എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വിഷയം അതിമാനുഷിക യോഗത്തെക്കുറിച്ചാണ്. അത് 2-3 പ്രേക്ഷകർ അവർക്കതുണ്ടോ എന്നും അതെന്താണെന്നൊന്ന് വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിമാനുഷിക യോഗം എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി സൂപ്പർ പവർ അത്തരത്തിൽ ഉള്ള ഈ ആളുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അതിമാനുഷിക യോഗം അപൂർവങ്ങളിൽ അപൂർവമായിട്ടായിരിക്കും ലഭ്യമാവുക. 2 പ്രധാന ഗ്രഹങ്ങളെ കൊണ്ട് സംജാതമാകുന്ന യോഗമാണ് അതിമാനുഷിക യോഗം. ദേവാചാര്യനായ ഗുരുവും അല്ലെങ്കിൽ വ്യാഴവും അസുരാചാര്യനായ ശുക്രനും ചേർന്ന് ഉണ്ടാകുന്ന ഒരു യോഗമാണ് അതിമാനുഷിക യോഗം. ഇനി എന്താണ് അതിമാനുഷിക യോഗം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ 2 ഗ്രഹങ്ങളും, അതായത് വ്യാഴവും ശുക്രനും ഗ്രഹനിലയിൽ ഏതെങ്കിലും ഒരു രാശിയിലായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ വ്യാഴവും ശുക്രനും പരസ്പരം വീക്ഷിച്ച് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിമാനുഷിക യോഗം സംഭവ്യമാകുന്നു. അപ്പോൾ ഒന്നുകിൽ ഒരു രാശിയിൽ തന്നെ ഈ 2 ഗ്രഹങ്ങളും നിൽക്കണം, അല്ലെങ്കിൽ വ്യാഴം അഥവാ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ 7-ായിട്ട് ശുക്രൻ്റെ 7-ായിട്ട് വ്യാഴവും, നേരെ തിരിച്ചു നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ 7-ായിട്ട് ശുക്രനും വരണം. ഇതാണ് പറയണത് പരസ്പരം വീക്ഷിച്ച് നിൽക്കുക. ഇങ്ങനെയാണെങ്കിൽ സംജാതമാകുന്ന യോഗമാണ് അതിമാനുഷിക യോഗം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വ്യാഴത്തെ ഗുരു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശുക്രനെ ശു എന്നുമായിരിക്കും ഗ്രഹനിലയിൽ എഴുതുന്നത്. അതിനെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വയം നോക്കി മനസ്സിലാക്കാനും പറ്റും ഈ യോഗത്തെക്കുറിച്ച്. ഇനി ഈ യോഗം ഉള്ളവരുടെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഇവർ ദീർഘായുസ്സുകളായിരിക്കും. സാധാരണഗതിയിൽ ദീർഘായുസ് എന്ന് പറയുന്നത് 80-ന് മേൽ വരുന്നതാണ്. ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു 100-നോ താഴെയോ ആയിട്ട് 90-ന് മേലെ വരുന്ന ആയുർദൈർഘ്യം ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. മറ്റൊന്ന്, ഇവർ സമ്പത്തിന് ഉടമകളായിരിക്കും. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കൈവരുന്നതാണ്. ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നതല്ല. ഇനി പേരും പെരുമയും ഉള്ളവരായിരിക്കും. ഔദ്യോഗിക രംഗത്ത് ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്നവരും അവരെ മറ്റുള്ളവർ വലിയ അംഗീകാരത്തോടു കൂടി കാണുകയും ചെയ്യും. മറ്റൊന്ന്, നല്ല കുടുംബജീവിതം, ജീവിത പങ്കാളി, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നല്ല ജീവിത പങ്കാളിയെ കിട്ടി നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം നയിക്കാൻ ഭാഗ്യമുള്ളവരായിരിക്കും. മറ്റൊന്ന്, സൽസന്താന യോഗമുള്ളവരായിരിക്കും. സൽസന്താന യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ യോഗമുള്ള ജാതകർ ആയിരിക്കും. ഇനി ഒടുവിലായിട്ട് പറയാവുന്ന ഒരു കാര്യം, ഇവർ കുലശ്രേഷ്ഠരായിരിക്കും. അവരുടെ കുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം വഹിക്കുന്നവരും അവരുടെ കുലത്തെ ഇവരുടെ ഒരു ആധിപത്യത്തിൽ അല്ലെങ്കിൽ ഇവരുടെ പേരോടുകൂടി അറിയപ്പെടുന്ന തരത്തിൽ വന്ന് ഭവിക്കുന്നവരും ആയിരിക്കും. അപ്പോൾ ഈ യോഗത്തിൻ്റെ പ്രത്യേകതകൾ ഇത്രയും പറഞ്ഞപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു മനുഷ്യായുസ്സിൽ പൊതുവെ ഒരാൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കാൻ ഈ യോഗമുള്ളവർക്ക് കഴിയും എന്നുള്ളതാണ്. ഇനി ഈ 2 ഗ്രഹങ്ങളെ കൊണ്ട് സംജാതമാകുന്ന ഈ യോഗം, ഈ 2 ഗ്രഹങ്ങളും ബലമുള്ള രാശികളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അനുഭവയോഗ്യമാകും. ഏത് യോഗവും അങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വ്യാഴമോ ശുക്രനോ പോയി നീചത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യോഗം വേണ്ടത്ര രീതിയിൽ അനുഭവത്തിൽ വരുന്നതല്ല. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ നിൽപ്പ് കൂടി കണക്കാക്കിയിട്ട് വേണം ഈ യോഗത്തിൻ്റെ ഗുണാനുഭവങ്ങൾ എത്രത്തോളം കിട്ടും എന്ന് പരിഗണിക്കേണ്ടത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, അതായത് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി പോയാലും മരണത്തിൻ്റെ വക്കിൽ വരെ എത്തിയാലും അവർ തിരിച്ചു വന്ന് വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച് ജീവിക്കും എന്നുള്ളതും ഇവരുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിമാനുഷിക യോഗത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.